എന്തിനാ ഞാൻ ദുഃഖിക്കുന്നത് അത് പറയൂ. നിങ്ങൾ എന്നെ കൊണ്ട് സന്തോഷമാണെന്ന് പറയാനോ, ഞാൻ പാർട്ടി വിരുദ്ധയാണ് എന്ന് കാണിക്കലാണോ നിങ്ങളുടെ ഉദ്ദേശം? അങ്ങനെയൊന്നും ഞാൻ പറയില്ല. ഞാൻ പറഞ്ഞേക്കാം. എന്താ അങ്ങനെ പറഞ്ഞു? എന്തിനാ ഞാൻ സങ്കടപ്പെടുന്നേ? ജനങ്ങൾ വോട്ട് കൊടുത്തിട്ടല്ലേ വിജയിച്ചത് അല്ലേ? അതുകൊണ്ട് വെറുതെ മാറ്റി ഞാൻ വിജയിച്ചെന്ന് പ്രഖ്യാപിച്ചില്ലല്ലോ. അപ്പം ജനങ്ങളുടെ ഇതിനെ ഞാൻ മാനിക്കണ്ടേ? ഞാൻ ജനവിധി മാനിക്കുന്നു. ഞാനും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഞങ്ങളെ കുടുംബവുമായിട്ടുള്ള അടുപ്പത്തിൻ്റെ പേരിലാണ് ഗോവിന്ദേട്ടൻ ഇവിടെ വന്നത്. പാർട്ടി ഒന്നും നോക്കിയിട്ടായിരിക്കില്ല അദ്ദേഹവും വന്നത്, ഞങ്ങളും സ്വീകരിച്ചത്. ഞങ്ങളെ വീട്ടിൽ ആര് വരുമ്പോൾ ഞങ്ങൾ സ്നേഹത്തോടെ സ്വീകരിക്കും. അത് ഞങ്ങളെ മറക്കാത്തത് കൊണ്ടും ഞങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് വന്നതല്ലേ. അവർ എത്ര പാർട്ടിക്കാർ ഇവിടെ വരുന്നുണ്ട്, എത്ര ജനങ്ങൾ വരുന്നുണ്ട് ഇവിടെ. എത്രയോ ജനങ്ങൾ ഇപ്പോഴും ഞാനിവിടെ ഉണ്ടാക്കി വെച്ചതാണ് ആ മ്യൂസിയം. ഞാൻ ഉണ്ടാക്കി വെച്ചത് ആ സ്റ്റാച്യു. എത്രയോ ആയിരക്കണക്കിന് ആളുകൾ. ഇപ്പം നിങ്ങൾക്ക് ആ ബുക്കിൽ ഒപ്പിട്ടെന്നൊക്കെ അല്ല അറിയാം. എത്ര ലക്ഷക്കണക്കിന് ആളുകൾ അത് കാണാൻ വന്നിട്ടുണ്ട്. അതൊക്കെ ഞങ്ങളോടോ അദ്ദേഹത്തോടോ ഉള്ള സ്നേഹം കൊണ്ട് വന്നതല്ലേ. അപ്പം ആര് വന്നാലും ഞാൻ സ്വീകരിക്കും. എൻ്റെ വീട്ടിൽ വന്നാൽ അതിൽ പാർട്ടിയൊന്നും ഞാൻ നോക്കില്ല. പാർട്ടിയുടെ ആൾക്കാരെന്ന് പറഞ്ഞാൽ അതാരെ ഗോവിന്ദ മാഷ് നമ്മൾ മാറ്റി നിർത്തേണ്ട ആളാണോ? അങ്ങനെയാണോ നിങ്ങൾ പറയുന്നത്? ഞാൻ വീട്ടിൽ വരുന്ന ആരും പാർട്ടി മാറ്റി നിർത്തിയ ഒരാളാണ് ഗോവിന്ദ മാഷ്. അയ്യോ, അതെൻ്റെ വിഷയമല്ല. അതെനിക്കറിയേണ്ട കാര്യമില്ല. എന്റെ വീട്ടിൽ വരുന്നാളെ ഞാൻ സ്വീകരിക്കും. ഞാൻ വിളിക്കില്ല. ഞാൻ പറയുന്നത് എന്റെ വീട്ടിൽ വരുന്ന ആളാ ഞാൻ സ്നേഹത്തോടെ സ്വീകരിക്കും. ഈ പറഞ്ഞ വാചകങ്ങളൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. അത്രയുള്ളൂ. വർഗവഞ്ചകൻ എന്ന് വിനോദിനേച്ച് വിളിക്കില്ല. ഞാൻ വിളിക്കില്ല, ഒരിക്കലും ഇല്ല. നെവർ. വലിയൊരു വിജയമാണ് തളിപ്പറമ്പിൽ നേടിയിരിക്കുന്നത്. പാർട്ടിക്കെതിരെയാണ്. അതിനൊക്കെ എങ്ങനെയാണ്? അതൊന്നും ഞാനിപ്പോ പറയില്ല. പാർട്ടിക്കെതിരെ സംസാരിക്കേണ്ട ആളല്ല ഞാൻ. ഇപ്പൊ ഞാനൊന്നും അതിനെക്കുറിച്ചൊന്നും പറയില്ല. ഏകദേശം ഒരു കൊല്ലത്തോളം ഡൽഹിയിൽ താമസിച്ചിട്ടുണ്ട്. ഞാനതൊന്നും മറക്കില്ല. അങ്ങനെ ഒരു ബന്ധമുള്ള ഒരാൾ വീട്ടിൽ കയറി വരുമ്പോൾ വേണ്ടെന്ന് പറയാം. എനിക്ക് വലിയ ഇഷ്ടമാണ് കുടുംബത്തോട്, അതിലൊരു തർക്കമില്ല. ഈ മാഷ് പാർട്ടി വിട്ട് പോയപ്പോൾ മാഷക്കെതിരെ വലിയ രീതിയിലുള്ള ആക്രമണം സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടായിരുന്നു. ടി കെ ഗോവിന്ദ മാഷ് അതിനൊക്കെ കാണുമ്പോൾ ഒരു വിഷമം തോന്നി. അയ്യോ, എനക്കൊന്നും തോന്നാതെ എന്താ പറയാ, ഞങ്ങൾക്കെതിരെ ഉണ്ടായതുപോലെ ആർക്കെതിരെയാണ് സോഷ്യൽ മീഡിയയിലോ അല്ലെ നിങ്ങളുടെ ഈ മീഡിയയിലോ ഒന്നും ഞങ്ങൾക്കെതിരെ പറഞ്ഞിട്ടില്ലേ. ഇപ്പൊ അതെല്ലാം ശീലിച്ചു പോയി. പാർട്ടിക്കാരാണ് പറയുന്നത്. പറഞ്ഞോട്ടെ, പാർട്ടിക്കാർ പറഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞങ്ങളതൊക്കെ ശീലിച്ചു പോയി. ആരെ കൊണ്ട് പറയുമ്പോൾ എനിക്കറിയാം ഇല്ലല്ല 2 ദിവസം ആയുസേ ഉള്ളൂ. അത് പറഞ്ഞോട്ടെ, അതൊന്നും വിഷയമല്ല. എന്തിനാ ഞാൻ ദുഃഖിക്കുന്നത് അത് പറയൂ. നിങ്ങൾ എന്നെ കൊണ്ട് സന്തോഷമാണെന്ന് പറയാനോ, ഞാൻ പാർട്ടി വിരുദ്ധയാണ് എന്ന് കാണിക്കലാണോ നിങ്ങളുടെ ഉദ്ദേശം? അങ്ങനെയൊന്നും ഞാൻ പറയില്ല. ഞാൻ പറഞ്ഞേക്കാം. എന്താ അങ്ങനെ പറഞ്ഞു? എന്തിനാ ഞാൻ സങ്കടപ്പെടുന്നേ? ജനങ്ങൾ വോട്ട് കൊടുത്തിട്ടല്ലേ വിജയിച്ചത് അല്ലേ? അതുകൊണ്ട് വെറുതെ മാറ്റി ഞാൻ വിജയിച്ചെന്ന് പ്രഖ്യാപിച്ചില്ലല്ലോ. അപ്പം ജനങ്ങളുടെ ഇതിനെ ഞാൻ മാനിക്കണ്ടേ? ഞാൻ ജനവിധി മാനിക്കുന്നു. ഒറ്റൊരു കാര്യം കൂടി, അതായത് കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ ഗോവിന്ദ മാഷക്ക് ഇങ്ങനെ പാർട്ടിന്റെ പുറത്തേക്ക് പോകേണ്ടി വരില്ല എന്ന് ഗോവിന്ദ മാഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിനോദിച്ച് എന്താണ്, നിങ്ങൾ ഈ കുടുംബമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്നവരാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം കോടിയേരി തടയുമായിരുന്നു, കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ? ഉറപ്പായിട്ടും തടയുന്ന എനിക്ക് തോന്നുന്നു. തടയും. ഇതൊന്നും ഉണ്ടാവുമായിരുന്നില്ല. എനിക്കറിഞ്ഞൂടെ ഇപ്പോഴത്തെ ആൾക്കാരും തടയാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടാവും. അതൊന്നും എനിക്കറിയാത്ത സബ്ജക്റ്റല്ലേ. ഞാനിവിടെ വീട്ടിലിരിക്കുന്ന ആളല്ലേ. എനിക്കറിയാത്ത കാര്യങ്ങളൊന്നും ഞാൻ സംസാരിക്കില്ല. ഇതിനകത്ത് ഇപ്പം ഗോവിന്ദ മാഷ് സ്വീകരിച്ചതിൻ്റെ അകത്ത് പാർട്ടി അണികൾക്കിടയിൽ ഒരു വിമർശനം അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ഐ ഡോണ്ട് കെയർ. എന്തായി പറയുന്നത്? എൻ്റെ വീട്ടിൽ ആരെങ്കിലും വന്നിട്ട് ഞാൻ കുറച്ച് നേരം ഇരുന്ന് വർത്താനം പറഞ്ഞ് ഞാൻ ഉണ്ടാക്കിയ മ്യൂസിയം എൻ്റെ ഭർത്താവിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കിട്ടത് എൻ്റെ പാർട്ടിക്കാൾ വിമർശിച്ചു എന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് കെയർ. അത്രേ ഉള്ളൂ. നെവർ. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നേ ഇല്ല. അതെല്ലാം ഒരു അർത്ഥശൂന്യമായ ചോദ്യങ്ങളും ഞാൻ അതിന് ഉത്തരം പറയാനും പാടില്ല. അതൊന്നും എന്നെ ബാധിക്കില്ല. ഇവിടെ വന്നിരുന്നല്ലോ, PK ശ്യാമള ടീച്ചർ എന്നെ കാണാൻ വന്നിരുന്നല്ലോ സ്ഥാനാർത്ഥിയായപ്പം. ഈ കണ്ണൂർ ജില്ലയിലെ 8 സ്ഥാനാർത്ഥികളും എന്നെ കാണാൻ വന്നിരുന്നല്ലോ. ഞാൻ വളരെ സ്നേഹത്തോടെ അവരെ സ്വീകരിച്ചിരുന്നല്ലോ. എൻ്റെ വീട്ടിൽ വരുന്ന ആൾക്കാരോടെല്ലാം ഞാൻ അങ്ങനെ പെരുമാറും. അതായത് നിങ്ങൾ ഈ പറയുന്ന പാർട്ടി എനിക്കെതിരെ പറയുന്നവരല്ലേ, പാർട്ടീൻ്റെ എല്ലാവരും വരുമ്പോൾ ഞാൻ അങ്ങനെയല്ലേ പറയുന്നുള്ളൂ. ഞാൻ അത്രേ ഇതിലെല്ലാം കാണുന്നുള്ളൂ.